നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മളൊരു ക്യൂടെക്കിന്റെ എക്സോബാസ് എന്ന് പറഞ്ഞ റിമോട്ട് കിറ്റിൽ നമുക്ക് വി യു മീറ്റർ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മളൊരു 20-30 പീസോളം ഈ ഒരു ഐറ്റം വെച്ച് നമ്മൾ ആമ്പുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയ്ക്ക് എനിക്ക് യാതൊരു വക ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്യൂടെക് ഇതിൽ എക്സോബാസ് എന്നുള്ള നെയിം കൊടുക്കാനുള്ള കാരണം തന്നെ ഈ സബ് ഫിൽറ്റർ ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ഒരു നെയിം തന്നെ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇതിലുള്ള ഓഡിയോ പ്രോസസർ കാര്യങ്ങളൊക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ഒരു ഇതെല്ലാം ആമ്പിലും കാണുന്ന ഒരു മോഡലാണ് ഈ ഒരു കിറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ വി യു മീറ്റർ ആഡ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പറയണത്. പിന്നെ ഈ കിറ്റിന്റെ വീഡിയോ ഞാൻ വേറൊരു ഇതിൽ ചെയ്യാം. ഇപ്പൊ നമ്മുടെ അടുത്ത് 1-2 പേരിങ്ങനെ ഡൗട്ടൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഇതിൽ വി യു മീറ്റർ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ എല്ലാവരും ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ സെൻട്രൽ ചാനലും ഒരു ലെഫ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റൈറ്റിൽ നിന്ന് കൊടുത്തിട്ട് എടുക്കും, അല്ലെങ്കിൽ 2 കണക്ഷൻ ഒരു ഡയോഡ് വെച്ച് കണക്ട് ചെയ്തിട്ട് സെൻറ്റർ വെച്ചിട്ട് എടുക്കും. നമുക്ക് അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൽ നിന്ന് വേറൊരു മെത്തേഡിൽ എടുക്കാൻ പറ്റും. ഇതിനകത്ത് ഇതിപ്പോൾ ഫോക്കസ് ആവണില്ല. ഇതിനകത്ത് നമുക്കൊരു 2.2 2 കപ്പാസിറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിലായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിലായിട്ടാണ് കണക്ഷൻ വരിക. ഇതാണ് ആ 2.2 കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ 2 2.2 കപ്പാസിറ്റർ നമ്മൾ എടുക്കുക. ഇതൊരു ഓഡിയോ ഔട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സിഗ്നൽ ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് ഇതിൽ വി യു മീറ്റർ കണക്ട് ചെയ്യാം. അപ്പം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ വേറൊരു ബോർഡ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് ഈ 2.2 കപ്പാസിറ്റർ തന്നെയാണ് നമ്മൾ ഇവിടെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. അത് നമുക്ക് 63 വോൾട്ടോ 40 വോൾട്ടോ 100 വോൾട്ട് ആയാലൊന്നും വോൾട്ടിൽ വ്യത്യാസം വന്നിട്ടൊന്നും കുഴപ്പമില്ല. 2.2 വാല്യൂ ആയാൽ മതി. പിന്നെ ഇതിൻ്റെ പ്ലസ്സിന്ന് സ്പീക്കർ ഔട്ടാണ്, സോറി, നമ്മുടെ വി യു മീറ്ററിൻ്റെ ഔട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്തിരിക്കണം എന്നുള്ളത് ഞാനിപ്പോൾ കൂട്ടുകാരെ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ബോർഡാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് അടുത്ത 2 കപ്പാസിറ്റർ, അതായത് 2.2 നമ്മൾ 2 കപ്പാസിറ്റർ എടുത്തിട്ട് ഇതിൽ നിന്ന് വരുന്ന കപ്പാസിറ്ററിൻ്റെ പ്ലസ്സിന്ന് നമ്മൾ കണക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ലെഫ്റ്റും റൈറ്റും കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഗ്രൗണ്ട് നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കാം. പിന്നെ പവർ സപ്ലൈ നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് എടുക്കേണ്ടത്. നമ്മൾ നോർമലി 12 വോൾട്ട് കൊടുക്കണമെന്ന് തന്നെ നമുക്ക് എടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു റിമോട്ട് കിറ്റിൽ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഐഡിയ. പിന്നെ സ്പീക്കർ ഔട്ടിലൊക്കെ എടുക്കണ നേരത്ത് നോയ്സ് ഒക്കെ ചിലപ്പോൾ ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിതിൽ ഇൻ കേസ് എന്തെങ്കിലും വല്ല ഷോർട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കിറ്റ് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഓഡിയോ ഔട്ടിൽ നിന്ന് എടുക്കണേക്കാളും നമുക്ക് ഈ ഒരു സോഴ്സിൽ നിന്ന് എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ഇനി മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ വേറെ ഇതിലാണെങ്കിൽ ഞാൻ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ സബ് പ്രിയുടെ പ്രത്യേകതയും ഇതിനകത്ത് എക്സ്ട്രാ സബ് പ്രി ആഡ് ചെയ്യണതും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കൂട്ടുകാർക്ക് ചെയ്തു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കിറ്റിൻ്റെ വീഡിയോ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ള പോലെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ പുതിയൊരു ഐഡിയ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.